നമസ്കാരം, ഞാൻ അനീറ്റ ആൻഡ്രൂസ്. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 38ാമത് ദേശീയ ഗെയിംസ് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ. സംസ്ഥാന സബ് ജൂനിയർ വൂഷു ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ജില്ലാ ചാമ്പ്യന്മാർ. ദക്ഷിണ മേഖല അന്തർ സർവകലാശാല പുരുഷ ടെന്നീസ് ടൂർണമെന്റിൽ വെൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാമ്പ്യന്മാർ. സംസ്ഥാന ജൂനിയർ കബഡി കാസർഗോഡും പാലക്കാടും ചാമ്പ്യന്മാർ. സംസ്ഥാന സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂരും കണ്ണൂരും ചാമ്പ്യന്മാർ. ഓൾ ഇന്ത്യ ഇന്റർ സായ് റോവിംഗ് ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ സായ് ചാമ്പ്യന്മാർ. സംസ്ഥാന ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. ഖേലോ ഇന്ത്യ വുമൻസ് റഗ്ബി ചാമ്പ്യന്മാരായി തിരുവനന്തപുരത്തിന്റെ ആസ്ട്ര റഗ്ബി ക്ലബ്. വാർത്തകൾ വിശദമായി. 24ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ വൂഷു ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. 14 ജില്ലകളിൽ നിന്നുമായി 450ഓളം മത്സരാർത്ഥികളാണ് തൗലു സാന്ത വിഭാഗങ്ങളിൽ പങ്കെടുത്തത്. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന 24ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ വൂഷു ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സാന്ത തൗലു വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 319 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. 119 പോയിന്റുമായി മലപ്പുറം രണ്ടാമതും 88 പോയിന്റുമായി തിരുവനന്തപുരം മൂന്നാമതുമായി ഫിനിഷ് ചെയ്തു. സാന്ത വിഭാഗത്തിൽ 96 പോയിന്റ് നേടി കോഴിക്കോട് ഓവറോൾ ചാമ്പ്യന്മാരായി. 70 പോയിന്റ് നേടിയ മലപ്പുറം ജില്ല 2ഉം 24 പോയിന്റുമായി എറണാകുളം ജില്ല 3ഉം സ്ഥാനം കരസ്ഥമാക്കി. തൗലു വിഭാഗത്തിൽ 223 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായത്. 85 പോയിന്റ് നേടി തിരുവനന്തപുരം ജില്ല 2ഉം 79 പോയിന്റുമായി മലപ്പുറം ജില്ല 3ഉം സ്ഥാനം സ്വന്തമാക്കി. ദക്ഷിണ മേഖല അന്തർ സർവകലാശാല പുരുഷ ടെന്നീസ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി ചെന്നൈയിലെ വെൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. പ്രണവ് കാർത്തിക്കും കീർത്തി വസന്തുമാണ് വെയിൽസിനായി കിരീടം നേടിയത്. കേരള സർവകലാശാല തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ദക്ഷിണ മേഖല അന്തർ സർവകലാശാല പുരുഷ ടെന്നീസ് ടൂർണമെന്റിൽ വെൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ചെന്നൈ ചാമ്പ്യന്മാരായി. ഫൈനലിൽ കോയമ്പത്തൂർ ഭാരതിയാർ സർവകലാശാലയെ 2-1 തോൽപ്പിച്ചത്. വെൽസിന് വേണ്ടി പ്രണവ് കാർത്തിക്, കീർത്തി വസന്ത് എന്നിവരാണ് കളത്തിലിറങ്ങിയത്. 3ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ കൊനേരു ലക്ഷ്മയ്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, ഗുണ്ടൂർ, ഒസ്മാനിയ സർവകലാശാലയിലെ താരങ്ങൾ ഹൈദരാബാദിന് വാക്ക് ഓവർ നൽകി. ടീമിലെ താരത്തിന് പരിക്കേറ്റതാണ് വാക്ക് ഓവർ നൽകാൻ കാരണം. മുഖ്യ അതിഥി വിജയികൾക്ക് ട്രോഫികളും വേൾഡ് യൂണിവേഴ്സിറ്റി മീറ്റിൽ പങ്കെടുത്ത കേരള യൂണിവേഴ്സിറ്റി റോവിംഗ് താരങ്ങൾക്ക് ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡും പാലക്കാടും ചാമ്പ്യന്മാർ. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിനെ തോൽപ്പിച്ച് പാലക്കാടും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറത്തിനെ പരാജയപ്പെടുത്തി കാസർഗോഡ് ജില്ലയുമാണ് കിരീടം സ്വന്തമാക്കിയത്. പൂക്കാട്ടുപടി KMEA എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സംസ്ഥാന ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കബഡി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡും പാലക്കാടും ചാമ്പ്യന്മാർ. പെൺകുട്ടികളുടെ വിഭാഗം ഫൈനലിൽ പാലക്കാട് ജില്ല കോഴിക്കോട് ജില്ലയെ 39-30 പോയിന്റിന് തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത്. സെമിയിൽ പാലക്കാട് ജില്ല ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മലപ്പുറത്തെ തോൽപ്പിച്ചാണ് ഫൈനലിന് യോഗ്യത നേടിയത്. ആലപ്പുഴയെ പരാജയപ്പെടുത്തിയാണ് കോഴിക്കോട് ഫൈനലിൽ പ്രവേശിച്ചത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ നീതു മികച്ച റൈഡറും ഷാലു ദേവദാസ് മികച്ച പ്രതിരോധ താരവുമായി. പാലക്കാട് ജില്ലയുടെ ആരതി മികച്ച ഓൾ റൗണ്ടറായി. ആൺകുട്ടികളുടെ വിഭാഗം ഫൈനലിൽ കാസർഗോഡ് ജില്ല മലപ്പുറത്തെ 32-9 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി കിരീടം നേടി. സെമിയിൽ ഏകപക്ഷീയമായി പാലക്കാടിനെ തോൽപ്പിച്ചാണ് കാസർഗോഡ് ഫൈനലിലെത്തിയത്. കോഴിക്കോടിനെ 1 പോയിന്റിന് അട്ടിമറിച്ചായിരുന്നു മലപ്പുറത്തിന്റെ ഫൈനൽ പ്രവേശനം. കാസർഗോഡിന്റെ സുബിൻ മികച്ച റൈഡറും നിവേദ് മികച്ച പ്രതിരോധ താരവുമായി. മലപ്പുറത്തിന്റെ നിതിൻ ഓൾ റൗണ്ടറും കോഴിക്കോടിന്റെ അഭിജിത്ത് എമർജിംഗ് താരവുമായി. ഖേലോ ഇന്ത്യ വുമൻസ് റഗ്ബി ലീഗ് സീനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിന്റെ ആസ്ട്ര റഗ്ബി ക്ലബ് ചാമ്പ്യന്മാരായി. തിരുവനന്തപുരത്തെ കാര്യവട്ടം LNCPയിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. തിരുവനന്തപുരത്തെ കാര്യവട്ടം LNCPയിൽ നടന്ന ഖേലോ ഇന്ത്യ വുമൻസ് റഗ്ബി ലീഗ് കേരള എഡിഷൻ സീനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിന്റെ ആസ്ട്ര റഗ്ബി ക്ലബ് ചാമ്പ്യന്മാരായി. ഫൈനലിൽ എതിരില്ലാത്ത 15 ഗോളിനാണ് ആസ്ട്ര റഗ്ബി ക്ലബ് കേരള വൂൾഫ് പാക്കിനെ തോൽപ്പിച്ചത്. 3ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ കൊല്ലത്തെ എതിരില്ലാത്ത 10 ഗോളിന് പരാജയപ്പെടുത്തി ആലപ്പി റഗ്ബി ക്ലബ് 3ാം സ്ഥാനം സ്വന്തമാക്കി.
ജൂനിയർ വിഭാഗം ഫൈനലിൽ കൊച്ചിയെ എതിരില്ലാത്ത 25 ഗോളിന് പരാജയപ്പെടുത്തി. ചക്കാലക്കൽ സ്പോർട്സ് അക്കാദമിയും 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ 5-നെതിരെ 10 ഗോളുകൾക്ക് നെടുമങ്ങാട് കോളേജ് അസ്ട്ര റഗ്ബി ക്ലബിനെയും തോൽപ്പിച്ചു. സബ് ജൂനിയർ വിഭാഗത്തിൽ എതിരില്ലാത്ത 5 ഗോളിന് അത്ലറ്റിക്ക ക്ലബ് ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയെ തോൽപ്പിച്ചു. 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ചക്കാലക്കൽ സ്പോർട്സ് അക്കാദമി എതിരില്ലാത്ത 5 ഗോളിന് ആസ്ട്ര റഗ്ബി ക്ലബിനെ തോൽപ്പിച്ചു. വിജയികൾക്ക് 50,000, 30,000, 20,000 രൂപ ക്യാഷ് പ്രൈസും മെഡലും സമ്മാനിച്ചു. സംസ്ഥാന സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരും കണ്ണൂരും ചാമ്പ്യന്മാർ. സീനിയർ പുരുഷ വിഭാഗത്തിൽ തൃശൂരും വനിതാ വിഭാഗത്തിൽ കണ്ണൂരുമാണ് കിരീടം ചൂടിയത്. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ജൂനിയർ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 28 പോയിന്റ് നേടി വയനാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 37 പോയിന്റ് സ്വന്തമാക്കി കണ്ണൂരും ചാമ്പ്യന്മാർ. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 26 പോയിന്റ് നേടി കണ്ണൂർ, 2ഉം 17 പോയിന്റ് നേടി മലപ്പുറം 3ഉം സ്ഥാനം നേടിയപ്പോൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 27 പോയിന്റ് നേടി വയനാടും 19 പോയിന്റ് നേടി തൃശൂരും 2ഉം 3ഉം സ്ഥാനം നേടി. സീനിയർ പുരുഷ വിഭാഗത്തിൽ 35 പോയിന്റ് സ്വന്തമാക്കി തൃശൂരും വനിതാ വിഭാഗത്തിൽ 54 പോയിന്റ് നേടി കണ്ണൂരും കിരീടം ചൂടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 32 പോയിന്റുമായി കണ്ണൂരും 18 പോയിന്റുമായി വയനാടും 2ഉം 3ഉം സ്ഥാനം കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ 17 പോയിന്റുമായി തൃശൂരും 9 പോയിന്റുമായി വയനാടും 2ഉം 3ഉം സ്ഥാനം നേടി. വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും കൈമാറി. ഓൾ ഇന്ത്യ ഇന്റർ സായ് റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ സായ് ഓവറോൾ ചാമ്പ്യന്മാർ. 124 പോയിന്റ് നേടിയാണ് ആലപ്പുഴ സായ് ഓവറോൾ ചാമ്പ്യന്മാരായത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. പുന്നമടയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ സായ് റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ സായ് ഓവറോൾ ചാമ്പ്യന്മാർ. 124 പോയിന്റ് നേടിയാണ് ആലപ്പുഴ സായ് ഓവറോൾ ചാമ്പ്യന്മാരായത്. 120 പോയിന്റ് സ്വന്തമാക്കിയ ജഗത്പൂർ സായ് 2ഉം 29 പോയിന്റ് നേടിയ സായ് ബിൽസാപൂർ 3ഉം സ്ഥാനം സ്വന്തമാക്കി. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ആലപ്പുഴ സായ് ചാമ്പ്യന്മാരായി. 4 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവുമായി 36 പോയിന്റ് നേടിയാണ് ചാമ്പ്യന്മാരായത്. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 5 സ്വർണവും 1 വെള്ളിയുമായി 40 പോയിന്റ് നേടി ആലപ്പുഴ സായ് ഒന്നാമതെത്തിയപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 4 സ്വർണവുമായി 28 പോയിന്റ് നേടി BSC പൂനെ ഒന്നാമതെത്തി. 16 പോയിന്റുള്ള ആലപ്പുഴ സായ് ആണ് രണ്ടാമത്. സീനിയർ പുരുഷ വനിതാ വിഭാഗത്തിൽ ജഗത്പൂർ സായ് ചാമ്പ്യന്മാരായി. വനിതാ വിഭാഗത്തിൽ 26 പോയിന്റും പുരുഷ വിഭാഗത്തിൽ 35 പോയിന്റ് സ്വന്തമാക്കിയാണ് ജഗത്പൂർ സായ് ചാമ്പ്യന്മാരായത്. 59ാമത് സംസ്ഥാന ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തിരുവനന്തപുരം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്, റിതമിക്, ട്രംപോളിംഗ്, ടാംബ്ലിംഗ്, അക്രോബാറ്റിക്സ് എന്നീ ഇനങ്ങളിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. 59ാമത് സംസ്ഥാന സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്, റിതമിക്, ട്രാംപോളിംഗ്, ടംബ്ലിംഗ്, അക്രോബാറ്റിക്സ് എന്നീ ഇനങ്ങളിൽ നിന്ന് 47 സ്വർണവും 48 വെള്ളിയും 38 വെങ്കലവുമായി 826 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരത്തിന്റെ കിരീട നേട്ടം. 17 സ്വർണവും 11 വെള്ളിയും 6 വെങ്കലവും സ്വന്തമാക്കി 243 പോയിന്റ് നേടിയ കണ്ണൂർ ജില്ല 2ാം സ്ഥാനം കരസ്ഥമാക്കി. 162 പോയിന്റ് നേടിയ എറണാകുളം ജില്ലയാണ് 3ാമത്. 3 ദിവസങ്ങളിലായി തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനത്തിൽ കേരള ജിംനാസ്റ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ, സെക്രട്ടറി ജിത്തു VS, ട്രഷറർ K അശോകൻ, വൈസ് പ്രസിഡന്റ് V ജയകുമാർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രവീൺ കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K രാജേന്ദ്രൻ, സതീശൻ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈ പെർഫോമൻസ് മാനേജർ ജിമ്മി അഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിന്റെ വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. 38ാമത് ദേശീയ ഗെയിംസ് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിൽ നടക്കും. ഗെയിംസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ച 32 കായിക ഇനങ്ങളിലും 4 പ്രദർശന കായിക ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. കളരിപ്പറ്റ്, യോഗാസനം, മല്ലഖാം, റാഫ്റ്റിംഗ് തുടങ്ങിയവയാണ് 38ാമത് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദർശന കായിക വിനോദങ്ങൾ.
14ാം ഗ്ലോബൽ സ്പോർട്സ് സമ്മിറ്റിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി തിരുവനന്തപുരം കാര്യവട്ടം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ന്യൂഡൽഹിയിലെ ഫെഡറേഷൻ ഹൗസിൽ നടന്ന ചടങ്ങിലാണ് ഈ വിശിഷ്ട ബഹുമതി LNCPയെ തേടിയെത്തിയത്. കായിക വിദ്യാഭ്യാസവും ഗവേഷണവും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലെ നിരന്തര പരിശ്രമത്തിനാണ് ഈ അംഗീകാരം. പ്രിൻസിപ്പലും LNCPയുടെ റീജിയണൽ ഡയറക്ടറുമായ ഡോക്ടർ G. കിഷോറാണ് ഈ നേട്ടത്തിന് പിന്നിലെ നിറസാന്നിധ്യം. സൂപ്പർ 300 കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജോഡിയായി ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും. സായറ്റ് മോദി ഇന്റർനാഷണൽ ഫൈനലിൽ ചൈനയുടെ ബാവോ ലീജിങ് ലിക്കിയ എന്നിവരെ 21-18, 21-11 എന്ന സ്കോറിന് തകർത്താണ് ഇന്ത്യൻ ജോഡി ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും തങ്ങളുടെ കന്നി സൂപ്പർ 300 കിരീടം നേടിയത്. കാശ്മീരിൽ വെച്ച് നടന്ന രണ്ടാമത് പെൻസെക് സിലറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 3 സ്വർണവും 6 വെള്ളിയും 7 വെങ്കലവും അടക്കം 16 മെഡൽ. പ്രീ-ടീൻ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗത്തിൽ കേരളം 3 സ്വർണം 4 വെള്ളി 13 വെങ്കലവും നേടി. 38ാമത് ദേശീയ സബ് ജൂനിയർ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2 മെഡൽ. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഗ്രൂപ്പ് പൂംസയിൽ കേരളം വെങ്കലം നേടി. തമീം AG, അതിഫ് മെയ്സ് A, റോൺറെഡ്സ് ക്ലെമന്റ് എന്നിവരടങ്ങുന്ന ടീമാണ് മെഡൽ നേടിയത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ക്യോറോഗി അണ്ടർ 18 വിഭാഗത്തിലാണ് കേരളത്തിന്റെ 2ാം മെഡൽ. കാസർഗോഡ് ജില്ലയിലെ ദേവനിക EP വെങ്കല മെഡലാണ് സ്വന്തമാക്കിയത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.